ശങ്കരാചാര്യസ്വാമികൾ പറയും, നഹ്യസ്ത്യ അവിദ്യ മനസോതിരിക്ത മനോഹ്യ അവിദ്യ ഭവബന്ധഹേതു തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം വിജൃംഭതേസ്മിൻ സകലം വിജൃംഭതേ. മനസ്സിനേക്കാൾ വലിയ അവിദ്യ ഇല്ല. ഈ മായയെന്നും അജ്ഞാനമെന്നും മോഹമെന്നും അവിദ്യ എന്നും ഒക്കെ പറയുന്നത് ഈ മനസ്സിനെയാണ്. അപ്പൊ മനസ്സിനേക്കാൾ വലിയ അവിദ്യ ഇല്ല. ഇത് തന്നെയാണ് എല്ലാത്തിനും കാരണം. തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം. മനസ്സുറങ്ങുമ്പോൾ എല്ലാം ഉറങ്ങും. അതാണ് നമ്മൾ ഉറക്കത്തിൽ ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയല്ലേ അല്ലേ? ഇന്നലെ ഇടിവെട്ടി മഴ പെയ്തു, നിങ്ങൾ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞില്ല. കാരണം എന്താ? മനസ്സുറങ്ങി. വിജൃംഭതേസ്മിൻ സകലം വിജൃംഭതേ. മനസ്സുണരുമ്പോൾ എല്ലാം ഉണരും. ചിലര് ശരീരം കൊണ്ട് എഴുന്നേറ്റാലും ഉടനെ ഒന്നും മനസ്സുണരില്ല, അന്തം വിട്ടിരിക്കും എഴുന്നേറ്റിട്ടേ അല്ലേ? നമ്മൾ ഉണന്നു പിന്നെ ഇരിപ്പാണ്. എന്ത് ആടി ഇരിക്കലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ആരുണന്നിട്ടില്ല? മനസ്സുണർന്നിട്ടില്ല. വിജൃംഭതേസ്മിൻ സകലം. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ മനസ്സ് എങ്ങനെയാണ് വികസിച്ചു വരിക? ഞാൻ, എൻ്റെ അങ്ങനെയാണ് വികസിച്ചു വരിക. അതുകൊണ്ടാണ് നമ്മളുടനെ എൻ്റെ എല്ലാം തപ്പി നോക്കുന്നത് അല്ലേ? എൻ്റെ വസ്ത്രം, എൻ്റെ ഡ്രസ്സ് ഇതൊക്കെ നോക്കും. പിന്നെ കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ട് ഉറങ്ങും. രാവിലെ ഉണരുമ്പോൾ എന്ത് നോക്കും? എൻ്റെ എല്ലാം ഉണ്ടോ എന്ന് നോക്കും. അതാണ് കുട്ടികൾ ഒരു കളിപ്പാട്ടം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയിരക്കണക്കിന് കളിപ്പാട്ടമാണ് ഇവിടെ വാരി പിടിച്ചിരിക്കുന്നത്. കണ്ടോ? കുട്ടികൾക്ക് ആകെപ്പാടെ എത്ര നോക്കിയാൽ മതി? 3-4 കളിപ്പാട്ടം ഓർത്താൽ മതി. നമുക്കോ? ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ 16 വാതിലുണ്ടായിരുന്നു പുറത്തേക്ക്. അച്ഛന് രാത്രി 1 മണിക്കൂർ നേരത്തെ പണിയായി. ഇതെല്ലാം അടച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് വെട്ടുകത്തിയോ പിച്ചാത്തിയൊക്കെ എല്ലാം ഉറപ്പാക്കണമല്ലോ അല്ലേ? മനസ്സിലാകുന്നുണ്ടല്ലോ. കാരണം എന്താണ്? ഇത് ഭരിക്കുകയാണ്. എൻ്റെ ഞാൻ നോക്കിയില്ലെങ്കിൽ ഒന്നുമില്ല, അത്രയും. അതാണ് കാര്യം. അത് നമ്മളെ ഭരിക്കും. പിന്നെ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു 8 വാതിൽ പൊളിച്ച് കളഞ്ഞു, അതിൻ്റെ ഭിത്തി കെട്ടി. ബാക്കി നോക്കിയാൽ മതിയല്ലോ. പിടികിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ പതുക്കെ ഒഴിവാക്കുക. അതായത് ഏതൊക്കെയാണോ നമ്മളെ വലയ്ക്കുന്നത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക. അതല്ല, ഞാനും എൻ്റെയും മനസ്സുണരുമ്പോഴാണ് എല്ലാം ഉണരുക. അപ്പം മനസ്സിനെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിനെ എങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം? ശരീരം എവിടെ ഇരിക്കുന്നോ അവിടെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക.